ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതിസാഹസ്യമായി ഞങ്ങൾ മോർണിംഗ് ഒരു 3 o'clock ആ ഒരു ടൈമിൽ നമ്മൾ വിറച്ചു പോയൊരു നിമിഷങ്ങളാണ്. വേറൊന്നുമല്ല, നമ്മൾ നാട് കാണിച്ചോരം വഴിയാണ് മുകളിലേക്ക് പോകുന്നത്. നമ്മളിന്ന് ബന്ദിപ്പൂർ, ഗൂഡല്ലൂർ അങ്ങനെയുള്ള ആ ഒരു പ്ലേസ് നമ്മൾ കവർ ചെയ്യാണ്. അപ്പം അതിനായിട്ട് ഞങ്ങൾ ഇപ്പം നാട് കാണിച്ചോരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എന്താ പറയുക, നമുക്ക് പോകുന്ന വഴിയിൽ ഒരു വണ്ടിയോ ഒന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷേ അവിടെ ആനയുടെ സ്മെല്ലും അതുപോലത്തെ ഭയങ്കര ആന ഇങ്ങനെ സൈഡിൽ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സ്മെല്ലടിക്കും. അതുപോലത്തെ സ്മെല്ലും കാര്യങ്ങളൊക്കെ. ഞങ്ങളുടെ എന്തോ ഭാഗ്യം കൊണ്ട് ആന ഫ്രണ്ടിലൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ എല്ലാവരുടെയും എന്താ പറയുക, എലിഫൻറ്റ് ക്രോസിങ് ഏരിയ എന്ന് പറഞ്ഞിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ടിൽ പോകുമ്പോഴാണ് അവിടെ ഒരു ലോറി പോകുന്നുണ്ട്. അപ്പം ഞങ്ങൾ പയ്യെ അതിൻ്റെ പുറകെ പോവുകയാണ്. നമ്മൾ ഡേ ടൈമിലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഇത്ര ടെൻഷൻ ആവില്ല, കാരണം ആ സമയത്തൊക്കെ കുറേ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് നമ്മൾ പോകുമ്പോൾ ഒരു 10-20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഓരോ ലോറിയും അതുപോലെ വണ്ടികളൊക്കെ കാണാൻ സാധിക്കുന്നത്. അപ്പം നമുക്ക് കൂടുതൽ ടെൻഷനാവും. കാരണം എല്ലാം ഹെയർ പിന്നും കാര്യങ്ങളൊക്കെ കയറുമ്പോൾ ആന എങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ടോ അങ്ങനത്തെ ഒരു ടെൻഷനാണ് നമുക്ക് വരിക. അങ്ങനെ ഞങ്ങൾ മുതുമല ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴേക്കും ഒരുപാട് ആൾക്കാർ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു ചെറിയൊരു പ്ലേസ് കിട്ടിയപ്പോൾ നമ്മളവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാണ് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. 6 മണിയായപ്പോൾ ഗേറ്റ് ഓപ്പൺ ആക്കി. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ കുറച്ച് വണ്ടികളുണ്ട്. അപ്പോൾ അതിന് പുറകെ നമ്മൾ ഫോളോ ചെയ്ത് പോവുകയാണ്. അങ്ങനെ ഫൈനലി നമ്മുടെ മുതുമലൈ ടൈഗർ റിസർവിലേക്ക് എൻട്രി ആവുകയാണ്. മുതുമല എന്ന് പറയുന്നത് ധാരാളം അനിമൽ സൈറ്റിംഗ് ഉള്ള ഒരു ഏരിയയാണ്. അപ്പോൾ നമ്മുടെ ലക്കിനനുസരിച്ച് റോഡ് സൈഡുകളിലൊക്കെ അനിമൽസിനെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ തമിഴ്നാട് സ്റ്റേറ്റിലെ നീലഗിരി ഡിസ്ട്രിക്റ്റിലാണ് മുതുമല സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ഏരിയ വരുന്നത് കർണാടകയും തമിഴ്നാടും തമ്മിലുള്ള ഒരു ബോർഡറാണ്. അപ്പോൾ ഒരുപാട് മൈസൂരിലേക്ക് പച്ചക്കറി കയറ്റാനുള്ള വണ്ടിയും അതുപോലെ കുറേ ലോറികളൊക്കെ നമുക്ക് പാസ് ചെയ്യുന്നത് കാണാം. അപ്പോൾ ഇവിടെ വണ്ടി നല്ല സ്പീഡിൽ പോകാൻ കുറച്ച് ടാസ്ക്കാണ്, കാരണം കുറേ ഹമ്പും കാര്യങ്ങളുണ്ട്. അതുപോലെ അനിമൽസ് ഏത് സമയം റോഡ് ക്രോസ് ചെയ്യുന്നൊരു ടൈമും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ അനിമൽ സൈറ്റിംഗ് ഉണ്ടെങ്കിൽ പുറത്തിറങ്ങി ഫോട്ടോ എടുക്കാനും അതുപോലെ വണ്ടി നിർത്തി കുറച്ച് നേരം വെയിറ്റ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നല്ല റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കാരണം അത്രയും ഒരു ഡേഞ്ചറായ ഒരു ഏരിയ ആയതുകൊണ്ടാണ്. അപ്പുറത്ത് ഗേറ്റ് ഓപ്പൺ ആക്കാത്തതുകൊണ്ട് ഓപ്പോസിറ്റ് അധികം വണ്ടികളൊന്നും വരുന്നില്ല. അതേ ഫസ്റ്റത്തെ സൈറ്റിങ് നമുക്ക് മാനുകൾ കുറച്ച് അത്യാവശ്യമുണ്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ സൈഡിൽ. ഇനി അവിടെ നിന്ന് ഫ്രണ്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ലക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ഓരോന്ന് കാണുന്നുണ്ട്. അപ്പം നമുക്ക് നെക്സ്റ്റ് സൈറ്റിംഗ് എന്ന് പറയുന്നത് കാട്ടികളാണ്. ഇന്ത്യൻ ഗോർ എന്നറിയപ്പെടുന്ന കാട്ടികളെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഗേറ്റൊക്കെ ഓപ്പൺ ആക്കി വണ്ടികളൊക്കെ പാസ് ചെയ്യുന്നതുകൊണ്ട് അവർ ഉള്ളിലേക്ക് കുറച്ച് നീങ്ങിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം നോർമലായിട്ട് കാട്ടുപോത്തെന്ന് വിളിക്കുന്നെങ്കിലും ഇത് ഇന്ത്യൻ ഗോറുകളാണ്. ഇത് കാട്ടി എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു മോർണിംഗ് ടൈമിലാണ് നമുക്ക് അനിമൽസ് റോഡ് ക്രോസ് ചെയ്യുന്നതും അതുപോലത്തെ സൈറ്റിംഗ് കൂടുതലായി കിട്ടാൻ ചാൻസ് ഉള്ള ടൈം. നമ്മൾ മുതുമല അധികം നേരം വെയിറ്റ് ചെയ്യുന്നില്ല, കാരണം നമുക്ക് ബന്ദിപ്പൂരാണ് കുറച്ചും കൂടെ അനിമൽ സൈറ്റിംഗ് ഉള്ളതെന്ന് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓപ്പോസിറ്റ് വണ്ടികൾ വരാൻ തുടങ്ങിയിട്ടുള്ളൂ അവിടുത്തെ ഗേറ്റ് ഓപ്പൺ ആക്കിയിട്ട്. ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ചില ഏരിയകളിൽ ഇങ്ങനെ ജനങ്ങളൊക്കെ കൂടുതലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് കുങ്കിയാനകളെ കൂടുതലായിട്ട് കാണാം അവിടെ കെട്ടിയിട്ടേക്കുന്നത്. അങ്ങനെ പാസ് ചെയ്യുമ്പോഴാണ് കാടിൻ്റെ ഉള്ളിൽ ഒരു വലിയൊരു കൊമ്പൻ നിൽക്കുന്നുണ്ട്. അത് ഇങ്ങോട്ട് ഫേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. പിന്നെ നമുക്ക് അധികം നേരം അവിടെ വണ്ടിയൊന്നും നിർത്തി ഒന്ന് വാച്ച് ചെയ്യാനൊന്നും സാധിക്കില്ല, കാരണം അത്രയും ബ്ലോക്ക് ആവും. ഇപ്പോൾ ഗേറ്റ് ഓപ്പൺ ആക്കിയത് ആ ഒരു ടൈം ആയതുകൊണ്ട്. എൻ്റെ ഈ ട്രാവൽ സ്റ്റോറി മാർച്ച് എൻഡിലാണ്, അതുകൊണ്ട് നമുക്ക് വെതർ നല്ല കണ്ടീഷനാണ്, ഫോഗി വെതറാണ്. അതുകൊണ്ട് നല്ല കൂളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊരു ടയേർഡ്നെസ് ഒന്നും ഫീൽ ചെയ്യില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വൈൽഡ് ലൈഫ് എൻജോയ് ചെയ്യുന്നവർക്ക് ഒരു ബെസ്റ്റ് മെമ്മറി ആയിരിക്കും ഈ ഒരു ട്രിപ്പ്.
ഇതേപോലെ നമുക്ക് ഇഷ്ടംപോലെ മാനുകളെ നമുക്ക് റോഡ് സൈഡിൽ ഫുള്ള് കാണാം. വേറൊരു അനിമൽ സൈറ്റിംഗ് ഇല്ലെങ്കിൽ പോലും മാനുകളെ നമുക്ക് ഇഷ്ടം പോലെ കാണാം. 50-100 നിൽക്കുന്നത് കാണാം. അതുപോലെ തന്നെ നമുക്ക് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൻ്റെ ആ ഒരു സൈഡിലൊക്കെ എത്തുമ്പോൾ നമ്മുടെ ഈ നാട്ടിലൊക്കെയുള്ള മങ്കീസ്, അതുപോലത്തെ എന്താ പറയുക, ആ ഒരു ഇനത്തിൽപ്പെട്ട മങ്കീസ് ധാരാളമായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. നമ്മുടെ മുതുമല ഫോറസ്റ്റ് ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട്. അപ്പം നമുക്ക് എല്ലാ അത്യാവശ്യം അനിമൽസിനെയൊക്കെ സൈറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ബന്ദിപ്പൂർ ഫോറസ്റ്റിലേക്കാണ് കയറാൻ പോകുന്നത്. അപ്പോൾ അവിടെ ഇതിൽ കൂടുതൽ സൈറ്റിംഗ് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ബന്ദിപ്പൂരിന്ന് കവർ ചെയ്യണം. പോകുന്ന വഴിക്ക് കുറേ ആനകളെ ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്നത് കാണാം. അപ്പോൾ പിന്നെ ഇവിടെ നമുക്ക് അതുപോലെ തന്നെ സഫാരി നടത്താനുള്ള ആനേനെ ഇവിടെ കാണാം നമുക്ക്. ഇങ്ങനെ ഒരു വശത്ത് നോക്കുമ്പോൾ നല്ല കോടമഞ്ഞിൻ്റെ ഇടയിൽ ഒരു ആനയും കൂടെ നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് പിന്നെ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഒരു സൈഡ് ഫുള്ള് നമുക്ക് മാനയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ബന്ദിപ്പൂർ ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ബന്ദിപ്പൂരിൻ്റെ കാഴ്ചകളായിട്ട് വരുന്നതായിരിക്കും.